സിനിമാ പ്രേക്ഷകർക്ക് തീരാനഷ്ടം സമ്മാനിച്ച വർഷമാണ് 2024. ഒട്ടേറെ അതുല്യ കലാകാരന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇനിയും നികത്താനാവാത്ത നഷ്ടമായി തന്നെയാണ് ആരാധകർ കാണുന്നത്. ഒന്നിനും പകരം വയ്ക്കാനില്ലാത്ത വ്യക്തികളായിരുന്നു അവർ ഓരോരുത്തരും. ഇനി നമ്മോടൊപ്പം ആ കലാകാരന്മാർ ഇല്ല എന്ന യാഥാർത്ഥ്യം വളരെ ദുഃഖകരമാണ്. ഡിസംബർ 29 ഞായറാഴ്ചയാണ് മലയാള സിനിമ ടെലിവിഷൻ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനിമയിലും സീരിയലുകളിലും തൻ്റെതായ സ്ഥാനം നേടിയ നടനായിരുന്നു ദിലീപ് ശങ്കർ. ഫ്ലവേഴ്സ് ടിവിയിലെ പഞ്ചാഗ്നി പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് 5 ദിവസം മുൻപെയാണ് ദിലീപ് എത്തുന്നത്. അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം ഫോൺ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെന്നും സഹപ്രവർത്തകർ പറഞ്ഞു. ഇടയ്ക്ക് ഫോൺ എടുക്കാതിരിക്കുന്ന പതിവുള്ളത് കൊണ്ട് ആദ്യം ആരും അധികം ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തുന്നത്. പ്രശസ്ത നടി മീന ഗണേഷ് ഡിസംബർ 19 ഷൊർണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിക്കുന്നത്. 5 ദിവസമായി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. 1976 റിലീസ് ചെയ്ത P.A. ബക്കറിൻ്റെ മണിമുഴക്കമാണ് ആദ്യത്തെ ചിത്രം. 1991 പുറത്തിറങ്ങിയ മുഖചിത്രം എന്ന സിനിമയിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ ശ്രദ്ധേയമാകുന്നത്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, സെല്ലുലോയിഡ്, അമ്മ കിളിക്കൂട്, കലയണമന്ത്രം, ഉത്സവമേളം, വലയം, ഗോളാന്തര വാർത്ത, ഭൂമിഗീതം, പിൻഗാമി, പിടക്കോഴി കൂവുന്ന നാട്ടിൽ, സന്താനഗോപാലം, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മീന ഗണേഷ് ചെയ്തിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലൂടെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നടനാണ് ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ നവംബർ 11 തൻ്റെ 60ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ചക്രം, ചെങ്കോൽ, ഈ പുഴയും കടന്ന്, പാഞ്ചജന്യം, നേരറിയാൻ CBI, ക്രൈം ഫയൽ, മലപ്പുറം ഹാജി, മഹാനായ ജോജി, ആക്ഷൻ ഹീറോ ബിജു ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. സ്ത്രീത്വം, മേഘസന്ദേശം, കഥയറിയാതെ, ധനുമാസ പെണ്ണ് എന്നീ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മലയാള ചലച്ചിത്രങ്ങൾക്ക് പുറമെ തമിഴ് സിനിമകളിലും അദ്ദേഹം നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാള സിനിമാ സീരിയൽ നടൻ TP മാധവൻ ഉദരസംബന്ധമായ രോഗങ്ങളെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ ഒക്ടോബർ 9 തൻ്റെ 88ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു. 1975 മധു സംവിധാനം ചെയ്ത അക്കൽദാമ എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്താണ് TP മാധവൻ വെള്ളിത്തിരയിൽ അരങ്ങേറിയത്. വില്ലനായെത്തി പിന്നീട് നിരവധി വ്യത്യസ്തമാർന്ന വേഷങ്ങളിലൂടെ TP മാധവൻ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. 500-ലധികം സിനിമകളിലും 30-ലധികം സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആമേൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിർമ്മൽ ബെന്നി ഓഗസ്റ്റ് മാസത്തിലാണ് മരിക്കുന്നത്. കോമഡി കഥാപാത്രങ്ങളിലൂടെയാണ് നിർമ്മൽ തൻ്റെ കരിയർ ആരംഭിച്ചത്. യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് നിർമ്മൽ ബെന്നി. 2012 പുറത്തിറങ്ങിയ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തി. 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ സീരിയൽ നടി കനകലതയുടെ മരണം 2024 മെയ് 6 തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു. മറവി രോഗം, പാർക്കിൻസൺസ് എന്നിവ ബാധിച്ചിരുന്നു. 1960 ഓഗസ്റ്റ് 24 കൊല്ലം ഓച്ചിറയിലായിരുന്നു കനകലത ജനിച്ചത്. പരമേശ്വരൻ പിള്ള, ചിന്നമ്മ എന്നിവരുടെ മകളാണ്. നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത 400ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 30-ലധികം സീരിയലുകളിലും താരം വേഷമിട്ടിട്ടുണ്ട്. കിനാവള്ളി എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച യുവനടൻ സുജിത് രാജേന്ദ്രൻ ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. സണ്ണി ലിയോണിൻ്റെ മലയാള ചിത്രമായ രംഗീല, മാരത്തോൺ എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. മലയാളികൾക്ക് കഥയുടെ സർഗവസന്തം തീർത്ത ഇതിഹാസ എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായർ. ഇക്കഴിഞ്ഞ ഡിസംബർ 25 തൻ്റെ 91ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. MTയുടെ സിനിമാ ജീവിതവും മലയാളികളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
സ്വന്തം കൃതിയായ മുറപ്പെണ്ണ് എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് MD മലയാള സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്നത്. മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറിയ 70ഓളം ചിത്രങ്ങൾക്ക് പിന്നിൽ MDയുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയ ചിത്രങ്ങൾ MD എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. MDയുടെ 9 കൃതികളെ അടിസ്ഥാനപ്പെടുത്തി അടുത്തിടെ പുറത്തിറങ്ങിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഫിലിം എഡിറ്റർ നിഷാദ് യൂസഫിനെ ഒക്ടോബർ 30 ബുധനാഴ്ച പുലർച്ചെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കങ്കുവ, ഉണ്ട, സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ, തല്ലുമാല തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം. 2022 തല്ലുമാല സിനിമയുടെ എഡിറ്റിങ്ങിന് മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന അവാർഡ് നിഷാദിന് ലഭിച്ചിട്ടുണ്ട്. അമ്മവേഷങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടിയാണ് കവിയൂർ പൊന്നമ്മ. 2024 സെപ്റ്റംബർ 20 കവിയൂർ പൊന്നമ്മ നമ്മോട് വിട പറയുന്നത്. 60 വർഷത്തിലേറെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. പത്തനംതിട്ടയിലെ കവിയൂരിൽ 1945 ജനനം. TP ദാമോദരൻ, ഗൗരി ദമ്പതിമാരുടെ 7 മക്കളിൽ മൂത്തയാളായിരുന്നു കവിയൂർ പൊന്നമ്മ. 12ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണുമാണ് കവിയൂർ പൊന്നമ്മയുടെ അവസാന ചിത്രം. 1000-ലധികം ചിത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട്. 79ാം വയസ്സിൽ അർബുദ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കിരീടം, ചെങ്കോൽ എന്നീ ചിത്രങ്ങളിലെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നടനാണ് മോഹൻരാജ്. 2024 ഒക്ടോബർ 3 മോഹൻരാജ് അന്തരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 300ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്.